ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 11 പ്രതികൾ, അതായത് കെ.സി. രാമചന്ദ്രൻ, കുഞ്ഞനന്ദൻ, അണ്ണൻ സിജിത്ത്, മനോജ്, റഫീഖ്, അനൂപ്, മനോജ് കുമാർ, സുനിൽകുമാർ, രാജീവ്, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർ. പുറമെ ഏറെ കോളിളക്ക സൃഷ്ടിച്ച ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി മുഹമ്മദ് നിസാം, കാർണവർ വധക്കേസിലെ ഷെറിൻ, കല്ലുവാതിക്കൽ മദ്യദുരന്ത കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന മണിച്ചൻ, അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പുത്തമ്പാലൻ രാജേഷ് എന്നിവരാണ് ശിക്ഷാ ഇളവിനായി തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ട പ്രമുഖർ. UDF ഗവൺമെന്റ് കാലത്ത് വളരെ കർശനമായ വ്യവസ്ഥകളോടെയാണ് ഈ ഫയൽ നമ്മൾ പ്രോസസ് ചെയ്തത്. ഒരിക്കലും സ്ത്രീകളെ കൊല്ലുന്നവർ, കുട്ടികളെ കൊല്ലുന്നവർ, കൊലപാതക കേസിൽ വളരെ സീരിയസ് ആയ കൊലപാതക കേസുകൾ ഉൾപ്പെട്ട ആളുകൾ, അവരെ ആരെയും ഒരിക്കലും വിടാനുള്ള ശുപാർശ ഒരു കമ്മിറ്റിയും ചെയ്തിട്ടുള്ളതല്ല. ഗവൺമെന്റ് നീക്കം അങ്ങേയറ്റം അപലപനീയമാണ്. അത് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഗവർണർക്ക് നൽകിയ പട്ടികയിൽ ടി.പി. കേസിലെ പ്രതികൾ ഇല്ലായിരുന്നുവെന്നാണ് സർക്കാർ വാദം. ജയിൽ വകുപ്പ് നൽകിയ ലിസ്റ്റിൽ നിന്ന് നിസാമിന്റെ പേരും ഒഴിവാക്കിയാണ് ഗവർണർക്ക് നൽകിയതെന്ന് ലിസ്റ്റ് പരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഷീല റാണി മീഡിയ വണ്ണോട് പറഞ്ഞു. കുറിച്ച് വ്യക്തമായത് എനിക്കറിയില്ല. എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർ നമുക്ക് തരുന്നതിന് മുന്നേ അവർ തന്ന ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കാപ്പയൊക്കെ ചുമത്തിയവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിസാമിനെയൊക്കെ ഉറപ്പായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവരെയൊന്നും പുറത്ത് വിടാനൊന്നും പോകുന്നില്ല. അതൊരു തെറ്റായ ധാരണയാണ്. പല പത്രത്തിലും വന്നിരിക്കുന്ന ഇവരെയൊക്കെ പുറത്ത് വിടുന്നതാണ്. അങ്ങനെയല്ല. അവർക്കൊരു ചെറിയ കൺസെഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ. അതിനൊരു ക്രൈറ്റീരിയ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആരും പുറത്ത് പോവില്ല. റാഹിസ് റഷീദ്, മീഡിയ വൺ, തിരുവനന്തപുരം.